നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി സതീശന്റെ പത്രസമ്മേളനം വലിയ ഒരു വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. അതുപോലെ സുകുമാരൻ നായർ ഇതിന് മറുപടിയുമായിട്ട് വന്നു. അതുപോലെ പി രാജീവും മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ BJPയുടെ കൂടുതൽ ആ പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെ അജിത്തിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ തുടർച്ചയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ സർവ്വശക്തി ഉപയോഗിച്ച് MR അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. സ്വന്തം ജീവൻ ബലിയെടുത്ത് വേണമെങ്കിൽ അവർ അജിത്തിനെ രക്ഷിക്കാനുള്ള നീക്കത്തിൽ നടക്കുകയാണ്. അപ്പം നമ്മുടെ ഈ CPM-ന്റെ ഇന്നലെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം MA ബേബി സഖാവ് നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അത് വലിയ രസകരമാണല്ലേ? രസകരമാണ്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം സൈദ്ധാന്തിക ഭാഷ കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതുണ്ട്. കാരണം ഇപ്പോൾ ഈ ഗോവിന്ദ മാഷ്ക്ക് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, പി രാജീവല്ല. ഇന്നലെ ഏതായാലും MA ബേബി തടിയപ്പാൻ വേണ്ടിയാണ് ഈ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുവെന്ന് പറയുന്നത് വേറൊരു പതിപ്പാണ് കാണിക്കുന്നത്. ഉത്തരം പറയാൻ അറിയാതെ വരുമ്പോൾ ഇതുപോലത്തെ ഭാഷ സംസാരിക്കും. പുള്ളി പറഞ്ഞത് സഖാക്കന്മാർക്ക് വിനയമില്ല, വിനയം കുറച്ചുകൂടി വിനയം ആകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്വന്തം നേതാവിന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം. അതെ, പിന്നെ ഭാഷ ശരിയല്ല. ഭാഷ നമ്മുടെ പെരുമാറ്റം ശരിയാകുന്നില്ല, നമ്മുടെ ആൾക്കാരുടെ പെരുമാറ്റം. പിന്നെ നിങ്ങൾ ഈ സർക്കാരാണെങ്കിലും നിങ്ങൾ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച രീതി ശരിയല്ല. പിന്നെ ഒരു വ്യക്തിയല്ല പാർട്ടി പല വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടി. അപ്പോൾ ഈ വ്യക്തികളുടെ വീഴ്ച അങ്ങനെയല്ല. വ്യക്തികളുടെ വീഴ്ച എന്നൊന്നുമില്ല, പാർട്ടിയുടെ വീഴ്ച. അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും ഇതിലൊരു പങ്കുമില്ല. എന്ന അമൂർത്തമായ ഒരു സാധനം മുകളിൽ നിൽപ്പുണ്ട്. MV ഗോവിന്ദനും പിണറായി വിജയനും വീഴ്ചയില്ല. ആ വ്യക്തികളുടെ വീഴ്ച അല്ല ഇത് പാർട്ടിയുടെ വീഴ്ചയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികൾ ചേർന്നതാണ് ഒരു പാർട്ടി, അല്ലേ? നമ്മൾ ഈ പണ്ട് എന്താ കണക്ക് പട്ടിക പഠിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന്, പിന്നെ ആ സയൻസിന് നമ്മളിങ്ങനെ പറയും കുറെ കാര്യങ്ങൾ ചേർന്ന് മറ്റൊരു കാര്യമായി പാർട്ടി ക്ലാസ്സുകൾ പറയാൻ കൊള്ളാം. ഇപ്പം പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ പോലെ സഹാക്കളെ തിരിഞ്ഞിരിക്കും. അതാണ് അവസ്ഥ. ഈ ഇത്തരം ഭാഷകൾ അവിടെ പിന്നെ സംശയിക്കാൻ പാടില്ല. സംശയം ചോദിച്ചാൽ അറിയാമല്ലോ എന്ന് പണ്ട് കുമാരവിള സാർ പറയുന്നുണ്ട്. അതോ പറഞ്ഞ മുഴുവൻ കേട്ടോണ്ട് അവിടെ ഇരിക്കുക, ഉണ്ടാകാനായിട്ട് പോകുക എന്നുള്ള മാത്രമേ നടക്കൂ. അതുപോലെ പ്രവർത്തകർ, നമ്മുടെ പാർട്ടിയുടെ മികച്ച പ്രവർത്തകർ നേതാക്കളുടെ ബന്ധുക്കളാണ് എന്ന് കരുതി അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. അവര് നമ്മുടെ പ്രവർത്തകരാണ്, പക്ഷേ നേതാവിന്റെ ഭാര്യ ഭർത്താവ് സഹോദരനോ മോനോ ഒക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് അവരൊക്കെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കല്യാണം കഴിച്ചതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരാളെ കല്യാണം കഴിച്ചെങ്കിൽ അയാൾക്ക് ഭാര്യ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഒരു വനിതാ സഖാവ് കല്യാണം കഴിച്ചെങ്കിൽ അയാൾക്ക് ഭർത്താവ് ഉണ്ടാകുന്നു. രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ വ്യക്തികളെ കാണത്തുള്ളൂ, അവിടെ നമ്മൾ പാർട്ടിയെ കാണുന്നില്ല, അവിടെ നമ്മൾ വ്യക്തിയെ മാത്രമേ കാണത്തുള്ളൂ. കാരണം അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അത് MV ഗോവിന്ദന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും. MV ഗോവിന്ദന്റെ ഭാര്യയല്ല, സഖാവ് വളരെ മികച്ച പ്രവർത്തനമുള്ള പാർട്ടി പ്രവർത്തകയാണ്. അവിടെ പാർട്ടിയില്ല. കച്ചവടം പൂട്ടിച്ച ആളാണ്. അവിടെ നിങ്ങൾ സഖാവിന്റെ ഭാര്യയായിട്ട് നിങ്ങൾ കാണാനേ പാടില്ല. പക്ഷെ സഖാവിന് വീഴ്ച പറ്റിയാൽ സഖാവിനെ നിങ്ങൾ പാർട്ടിയുടെ ഭാഗമായിട്ടേ കാണാവൂ. അത് പാർട്ടിക്ക് പറ്റിയ വീഴ്ചയായിട്ട് പാർട്ടിയെ വിളിച്ചോളുക, നേതാക്കളെ വിളിക്കുക. അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലും ഞങ്ങൾ ഈ ജനങ്ങളോട് പെരുമാറിയതിലും ഒക്കെ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചു ഉണ്ട്, അത് പറയുന്നുണ്ട്, അത് തുറന്ന് പറയുന്നുണ്ട്. ഇക്കാര്യം പറയുമ്പോൾ തന്നെ അതായത് ഒരു നേതാവിൻ്റെ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് രാഷ്ട്രീയ പഠിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നത് എവിടെയാണെന്ന് കൂടെ സ്പെസിഫൈ ചെയ്താൽ കൊള്ളാമായിരുന്നു. അതാണ് അത് സ്ഥാനാർത്ഥി പറമ്പിൽ മാത്രമാണോ അത് വേറെ പല സ്ഥലത്തും. പിന്നെ നമ്മുടെ പ്രചാരണത്തിന് ഉപയോഗിച്ച സാമഗ്രികൾ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. പ്രധാനത്തിന് ഉപയോഗിച്ച സാമഗ്രികൾ നമുക്കറിയാം. ഞാനല്ലാതെ വേറെ ആരുണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ പാൻഡ്രേക്കിന്റെ പ്രതിമ മാത്രമാണ് നമ്മൾ പ്രചാരണത്തിന് ഉപയോഗിച്ച സാമഗ്രി. പാൻഡ്രേക്കിന്റെ പ്രതിമ മാത്രം. ആ വകയിൽ വന്ന ചെലവിന്റെ കണക്കൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് വാങ്ങിയ കണക്കിന്റെ ചെലവും ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണോ കീഴ്ഘടകങ്ങൾ പറഞ്ഞത് അതെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ രണ്ടുപേരുടെ കാര്യവും അവർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ഈസി ജോബ് ആയിരിക്കും. ഇത് ഷമ്മിത്തിലകൻ ഒരു സിനിമയിൽ എന്താണ്, പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഈ രണ്ടുപേരും വ്യക്തികളാണ്. ആ വ്യക്തികളുടെ വീഴ്ച പാർട്ടിയുടെ വീഴ്ചയാണ്. വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടി. ഇത്രയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. ഇത് കറക്റ്റ് കുമാരവിള സാറിൻ്റെ ആദ്യ സ്കൂളാണ്. വിഘടനവാദിയും പ്രതിക്രിയാവാദിയൊക്കെ അവിടെ വരും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ രണ്ടുപേരെയും നീക്കുന്ന കാര്യത്തിൽ, അതായത് പിണറായി വിജയനെയും ഈ MV ഗോവിന്ദനെയും തലസ്ഥാനങ്ങളെ നീക്കുന്ന വിഷയത്തിൽ
സഖാവ് എങ്ങും തൊടാത്ത രീതിയിൽ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല എന്നാണ് പറയുന്നത്. വിശാല സംസ്ഥാന സമിതി അതെ, അത് ഓണത്തിന് ശേഷമേ ഉള്ളൂ. കാരണം ഇവർക്ക് ഓണം ഉണ്ണാനുള്ള, പാർട്ടി സെക്രട്ടറി ആയിട്ടും പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് ഓണം ഉണ്ണാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ വിശാല സംഗമം നടത്തുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം പോലെ അത്രയും വിശാലമായിരിക്കുകയാണ് അല്ലെ. ഈ വിശാല കൊച്ചി വികസന അതോറിറ്റി എന്നൊക്കെ പറയും പോലെയാണ് ഇത് വിശാല സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. ആ സമിതി യോഗം ഈ കേരളത്തിൽ മാത്രം ഓണം പ്രമാണിച്ച് ഓണത്തിന് ശേഷമാക്കി മാറ്റിയിരിക്കുന്നു. കാരണം ഓണത്തിന് റിബേറ്റ് കൊടുക്കുന്ന തുണിക്കല്ല, അതുപോലെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പരിഗണിക്കാം. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ ഞങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത് നടത്തും. അവിടെ നടത്താൻ അവിടെ ആരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ തൃണമൂൽ കോൺഗ്രസ് ഈ അവസ്ഥയാസ്ഥിതിക്ക് തിരിച്ചു വന്നാണ് കുറെ പേര്. അപ്പൊ ബംഗാളിലും ഞങ്ങൾ നടത്തും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലും ഇത് നടത്തുന്നുണ്ട്. ഒരിടത്ത് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. നമ്മുടെയൊക്കെ ധാർഷ്ട്യമാണ് നമ്മളുടെ തോൽവിക്ക് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ധാർഷ്ട്യത്തിന് ഇപ്പോഴും യാതൊരു കുറവുമില്ല. ഒരു കുറവില്ല. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ കേരളത്തിന്റെ മുന്നിൽ ഒരു ധാർഷ്ട്യം നമ്മൾ കണ്ടിരുന്നതാണ്. അതെ, അങ്ങനെ എന്തായാലും പ്രത്യേക കേന്ദ്ര കമ്മിറ്റി ചേർന്ന് CPM-ന്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തി കഴിഞ്ഞു. ഇനി അത് റിപ്പോർട്ട് ചെയ്യും. വിശാല സംഗമം വിളിച്ച് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് പോകും. സർക്കുലർ അങ്ങനെ വിഷമിക്കേണ്ടതില്ല. പാർട്ടി അതിന്റെ ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിമർശനങ്ങളെ നേരിട്ട് ഞങ്ങൾ തെറ്റുതിരുത്തി പാർട്ടി മുന്നോട്ട് പോകും. തെറ്റുതിരുത്തി പാലക്കാട്ട് കുറച്ച് പേര് തെറ്റുതിരുത്തി. PK ശശിയുടെ കൂടെ പോയവർ തിരിച്ചു കയറിയിട്ടുണ്ട്. കാരണം PK ശശി CPM-ന്റെ കൂടെ പോയി ചേർന്നു. അപ്പൊ PK ശശിക്ക് തിരിച്ചടി. PK ശശിയുടെ കൂടെ പോയവരെല്ലാം തിരികെ പോയി. കാരണം ഞങ്ങൾ അവിടെ തെറ്റുതിരുത്തി. അവിടെ എങ്ങനെയാണ് തെറ്റുതിരുത്തിയെന്ന് അറിയില്ല. ഇവരെ എല്ലാം വിളിച്ചു തിരിച്ചു. ഇതിപ്പോ TK ഗോവിന്ദനോടും കുഞ്ഞികൃഷ്ണനോടും പറഞ്ഞതുപോലെ നിങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറയാൻ പോയ ഈ MP ജയരാജൻ അവസാനം മാപ്പ് പറയേണ്ടി. എങ്ങനെ MP ഗോവിന്ദൻ സഹിക്കോ? സ്വന്തം ഭാര്യ തോൽപ്പിച്ച് നിരപ്പാക്കിയ മന്ത്രിമോഹൻ താർത്ത് മന്ത്രിസഭയെ തന്നെ ഇല്ലാതാക്കിയ ഒരാളാണ് TK ഗോവിന്ദൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദൻ പിന്നെ അങ്ങനെ ചിരിക്കാൻ പറ്റിയ ആളെ മുഖത്ത് പോയിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ CPM ഒരു വഴിക്ക് നിൽക്കുമ്പോൾ നമ്മുടെ BJP-ക്കാരുടെ കൊള്ളയുടെ കഥകൾ കേരളത്തിലെ 3 മുന്നണികളും വളരെ വിചിത്രമായ രീതിയിലാണ് ഈ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറയുകയാണ്. എല്ലാം ഇതാണ് രാഷ്ട്രീയമെന്ന് പൊതുജനത്തിന് മനസ്സിലായി. കാരണം ഇത്രയും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പല കുറ്റങ്ങളും പല ആരോപണങ്ങളും ഉന്നയിക്കും. പക്ഷെ ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും തനി നിറം എന്താണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ യുഗമായതോടെ ഇവരെ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ ജനത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ യുഗത്തിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകൾ. അല്ല, മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP-ക്ക് ഇലക്ഷന് 3 സീറ്റൊക്കെ കിട്ടി. ആളുകൾ അത് കുഴപ്പമില്ല എന്ന് ജനങ്ങളെ കുഴപ്പമില്ല, ഇനി ഇവർക്ക് നമുക്കൊരു ഓപ്ഷൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ അവരെ എണ്ണം കൂട്ടാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഇതാ വരുന്നത് അന്തം വിട്ട കൊള്ള. സ്വന്തം പാർട്ടി കണ്ട് പാവപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ പോലും ലക്ഷങ്ങളും കോടികളും നരേന്ദ്രമോദിയെ പോലും ഇവന്മാർ വെറുതെ വിട്ടില്ല എന്ന് തന്നെ പറയണം. എന്തൊരു കൊള്ളയാണ് ഇവർ നടത്തിയത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിലാണ് കൊള്ള നടന്നിരിക്കുന്നത്. അതിൻ്റെ പുതിയ കണക്കുകൾ വരുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഇത് കണ്ട് നമ്മുടെ കണ്ണ് തള്ളി. ഈ ലക്ഷത്തിനും കോടിക്കൊന്നും ഇവർക്കൊന്നും ഒരു വിലയില്ലെന്ന് തോന്നുന്നു. അതാ ഈ നരേന്ദ്രമോദി വരുന്നതുമായി പ്രമാണിച്ച് പ്ലാക്കാർഡ് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്ലാക്കാർഡ് 8000 എണ്ണം ഉണ്ടാക്കിയതിന് 16 ലക്ഷം രൂപയാണ് ഇവർ ബജറ്റ് തയ്യാറാക്കി. എന്നിട്ട് എന്തോ സംഭവിച്ചു? ഇത് കോട്ട് ചെയ്ത ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിക്കാരനോട് പറഞ്ഞു പകുതി നിനക്ക് പകുതി ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ 8 ലക്ഷം നിനക്ക് 8 ലക്ഷം. ഇതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് നിഷേധിക്കാനും പറ്റില്ല. ഇല്ല. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പ്ലാക്കാർഡിന് ഒരെണ്ണത്തിന് 175 രൂപ വെച്ച് ഒരു കമ്പനി പറഞ്ഞു. അപ്പോൾ ആ കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരൊരു കൊട്ടേഷനൊക്കെ ക്ഷണിച്ച് 3 റേറ്റ് ഒന്ന് 265, ഒന്ന് 300, ഒന്ന് 310 അങ്ങനെ എങ്ങാണ്ട് ഒരെണ്ണം ക്ഷണിച്ചതിന് ശേഷം ഈ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ എത്ര? 265. അത് നൽകിയ ആളെ കൊണ്ട് ഈ പ്ലാക്കാർഡ് ഉണ്ടാക്കിച്ചു. 175 രൂപ ഞങ്ങൾ, പക്ഷേ 175 രൂപ ഞങ്ങൾ തരുള്ളൂ, ബാക്കി ഞങ്ങൾക്ക്. അപ്പം ആ വഴിക്ക് അങ്ങനെ കുറെ അടിച്ചു മാറ്റി. ആ അടിച്ചു മാറ്റിയതിൻ്റെ ശബ്ദരേഖ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വന്നു. നമ്മൾ ഇവിടുന്ന് BJP-ക്കെതിരെ പറയുമ്പോൾ BJP-ക്കെതിരെ അല്ല, BJP-യിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് നമുക്ക് ചുറ്റിനും കമന്റ് ഇടാൻ കുറച്ച് ആൾക്കാർ. ഇന്നലത്തെ കമന്റുകൾ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്,
നിങ്ങൾ കൊങ്ങികളാണ്, നിങ്ങൾ വന്നിരുന്ന് ഈ ബി ജെ വേഷം പിക്ക് കെട്ടി കൊട്ടേഷൻ എടുത്ത് BJPക്കെതിരെ നിങ്ങൾ വേഷം കെട്ടുന്നു എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ അടുത്ത സബ്ജക്റ്റ് VD സതീശനെതിരെ ആയിരിക്കും പറയുന്നത്. അതിന്റെ സതീശന്റെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നീയൊക്കെ സംഘികളാണ്, നാണമില്ലോടെ അയോധ്യയിൽ പോയി അവിടെ കൊള്ള നടന്നു, നിങ്ങൾ പറയണം. നമ്മൾ ഒരുപാട് തവണ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ അതിനകത്ത് പോയി പറയണം. അപ്പോൾ അങ്ങനെ വരുന്നു. പിന്നെ ഇതിനകത്തോട്ട് നമ്മുടെ ഈ കമന്റ് ബോക്സിലോട്ട് ഈ അന്തംകമ്മികളാരും ഇടിച്ചു കയറാത്ത കാരണം അവരെ കാണുന്നില്ല, അവരുടെ കമന്റ് മാത്രം കാണുന്നില്ല എന്നുള്ളത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശനത്തിന് പോയിരുന്നു. അവിടെ നിന്നെല്ലാം തന്നെ നമുക്ക് ഇന്ത്യക്ക് ആയിരക്കണക്കിന് 16 കോടി രൂപയുടെ നിക്ഷേപവും ഒരുപാട് നേട്ടങ്ങളും കൊണ്ടുവന്ന ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി. ആ മനുഷ്യൻ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി രാത്രി ഉറങ്ങുന്നത് 2-3 മണിക്കൂറാണ് എന്നാണ് കേട്ടുള്ളത്. കാരണം അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെച്ചാണ് തന്റെ ജീവിതം. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഈ കുറേ പേര് ഇമാതിരി മോഷണം നടത്തുന്നത്, ഇത് മോഷണമാണ്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ മോട്ടിക്കുക എന്ന് പറയില്ല, മോഷണം മോട്ടിക്കണം എന്ന് പറയണതാണ്. അല്ല, ഹെലികോപ്റ്റർ സഞ്ചരിച്ചതിന്റെ കണക്ക് വന്നിട്ടുണ്ട്. അതായത് ഹെലികോപ്റ്ററിൽ വാടകയ്ക്ക് എടുത്തതിനകത്ത് 2,75,000 ഇപ്പൊ മണിക്കൂറിന് 2,75,000 ഇപ്പൊ വാടകയ്ക്ക് എടുത്തത്. കഴിഞ്ഞ BJPയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഇവർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത 3,40,000 രൂപയ്ക്കായിരുന്നു. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവിടെ അന്ന് മേടിച്ചവർ അത്രയും കൂട്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി. ഇന്ന് മേടിച്ചവർ ഈ 2,75,000 ഇത്തവണ അവർ വാടകയ്ക്ക് എടുത്തത്. അപ്പൊ എന്താണ് ഇതിന്റെ യഥാർത്ഥ തുക? ഇതിലൊക്കെ കുറവാണ്. അപ്പൊ അഡീഷണൽ ഹെലികോപ്റ്ററും കൂടെ കൊണ്ടുവരണം നടത്ത തീരുമാനം. അതെ. അപ്പൊ ഈ 2,74,000 മേടിച്ചെങ്കിൽ മിക്കവാറും ഹെലികോപ്റ്ററിന് കൊടുത്തിരിക്കുന്ന 1,74,000 ആയിരിക്കും. ഈ 1 ലക്ഷം ആശാൻ മരു പോക്കറ്റിലിട്ട് കാണും. അപ്പൊ മറ്റേത് അപ്പൊ ഈ 3,40,000 കണക്ക് എങ്ങനെ കോറിലേറ്റ് ചെയ്തു വരും? അന്നപ്പോ എന്തൊരു കൊള്ളയായിരിക്കും നടന്നിരിക്കുക. അപ്പൊ ഈ കൊള്ളയുടെ വഴിത്താരകൾ തേടി പോയി കഴിഞ്ഞാൽ മുൻ സംസ്ഥാന പിന്നെ ഭരണസമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ഇവിടെ ഫോൺ ചെയ്തിരുന്നു. അയാൾ ഒരു BJPയുടെ അനുഭാവിയായിരുന്ന ആളാണ്. അപ്പൊ അയാൾ നമ്മളത് ചർച്ച കണ്ടിട്ട് വിളിക്കാൻ, ഞാൻ ചീത്ത വിളിക്കാനായിരിക്കും ആദ്യം കരുതി. അപ്പൊ അയാൾ വളരെ സമാധാനം സംസാരിക്കണം. അയാൾ പറഞ്ഞു, ഈ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി, എനിക്കിപ്പോൾ പാർട്ടി വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങളൊക്കെ എപ്പോഴും വോട്ട് ചെയ്യായിരുന്നതാണ്. നിങ്ങളൊരു കാര്യം അന്വേഷിക്കണം, ഞങ്ങളുടെ എൻ്റെ ഈ പഴയ പാർട്ടിയിലെ നേതാക്കന്മാരായിരുന്ന ആളുകൾ കഴിഞ്ഞ 10 വർഷത്തിന് വെച്ച വീട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആവറേജ് 2 കോടി രൂപയെങ്കിലും മുതൽ മുടക്കുള്ള വീടാണ് ഓരോരുത്തർ വെച്ചിരിക്കുന്നത്. ഇവർക്ക് വേറെ ഒരു ജോലിയില്ല. ഇവർ ഉപയോഗിക്കുന്ന കാറുകൾ ഏറ്റവും ബ്രാൻഡ് ന്യൂ കാർ. ഈ ആരോപണ വിധേയനായിട്ടുള്ള സംസ്ഥാന നേതാവിന് കിട്ടിയിരിക്കുന്ന ഇതുപോലെ വലിയ ആഡംബര കാറാണ്. അപ്പോൾ ലെക്സസ് ഒക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നമ്മൾ സാധാരണ നമ്മളെ പഠിച്ചിട്ടുള്ളതും നമ്മളെ ജീവിതത്തിൽ നിത്യജീവിതത്തിലുള്ളതൊക്കെ കാര്യം, ഒരു ദിവസം 24 മണിക്കൂറാണ്. 27 മണിക്കൂറുണ്ടെന്നുള്ളതാണ് BJP ഒരു കാർ ഒരു ദിവസം ഓടിയത് 27 മണിക്കൂർ. ഒരു ദിവസം 24 മണിക്കൂർ നമ്മൾ കേട്ടിട്ടുണ്ട്. 27 മണിക്കൂറാണ് കാർ ഓടിയത്. അന്ന് ഭൂമി ചിലപ്പോൾ ലേറ്റ് ആയിരുന്നു കറങ്ങുന്ന കാര്യത്തിൽ. ഈ നേതാവിന്റെ സ്വന്തം ടൂർ കമ്പനിയുള്ള കാറാണ്. 27 മണിക്കൂർ ബില്ല് കൊടുക്കുന്നു, അപ്പോൾ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നാണ്. പിന്നെ ഈ ഹിന്ദുക്കളെ മുഴുവൻ ഉദ്ധരിക്കാൻ നടക്കുന്ന, ഹിന്ദുക്കളെ മുഴുവൻ നവീകരിക്കുന്ന, ഹിന്ദുക്കളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന് പെട്രോൾ പമ്പോ വേറെ ഏതാണ്ടൊക്കെ കൊടുത്തു. പെട്രോൾ പമ്പോ ഗ്യാസ് ഏജൻസി എല്ലാം ഒരുമിച്ച് കിട്ടിയ. ഇതിപ്പോ നമുക്ക് ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ BJP പ്രവർത്തകരെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് വാർത്ത വരെ വിളിച്ചിരുന്നുണ്ട്. പക്ഷെ നമുക്കത് അതിന്റെ കാരണം ഇതിന്റെ പലതിന്റെ തെളിവ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആധികാരികമായി നമുക്കതിനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും പലരും പറയുന്നത് കേൾക്കുമ്പോൾ ആ സംഭവം സത്യമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് അമിത്ഷായ്ക്ക് ചെന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തിന് പോയി. ഈ BJPയുടെ ഇവിടെ നിന്ന് ചെന്ന കത്ത് കേന്ദ്ര നേതൃത്വത്തിന് പോയിട്ടുണ്ട്. ആ കത്ത് ലീക്കായി. ആ കത്തിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാത്രമല്ല, നമ്മളൊരു കാര്യം ആലോചിക്കണം, കേന്ദ്രത്തിലുള്ള മന്ത്രിമാർ പോലും സിയാസ് കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ കാരണം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ നേതാവ്, താലൂക്ക് തലത്തിലുള്ള നേതാവ് പോലും ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് സ്വന്തമായിട്ട് കാർ വാങ്ങിച്ച് സഞ്ചരിക്കുന്നത്. ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിച്ചത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര രൂപയൊന്നും സങ്കല്പിച്ചു നോക്കും. ഇവരെല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുകയാണ് ജീവിതം. പലരും കടം വീട്ടിൽ നിന്ന് പറയുന്നത് ലോൺ അടച്ചു എന്ന് പറയുന്നു, ലെക്സസ് കാർ വാങ്ങിച്ചു എന്ന് പറയുന്നു. ലെക്സസിന്റെ ഒക്കെ വില നമുക്കറിയാം, 50-60 ലക്ഷം രൂപ. ബേസ് മോഡലിന് പോലും 50-60 ലക്ഷം രൂപയുള്ള കാറാണ്. അപ്പോൾ അങ്ങനത്തെ കാർ വരെ സഞ്ചരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത് നമുക്കറിയാം, കേരളത്തിൽ BJP എന്നുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായി ഇപ്പം KG മാരാരെയൊക്കെ പോലെ എത്ര ലളിത ജീവിതം നയിച്ചിരുന്ന മനുഷ്യരാണ്. നമ്മൾ അവരെ പത്രസമ്മേളനത്തിന് പലപ്പോഴും പോകുമായിരുന്നു. ഈ ആഡംബരങ്ങളൊന്നുമില്ല ഇവിടുത്തെ ഓഫീസിൽ. അദ്ദേഹം വളരെ എന്താണ്, നമുക്ക് എല്ലാവരും ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ടത്, ചായയും ബിസ്ക്കറ്റ് എനിക്കൊന്ന് ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്, ചുവന്നത്തിലെ ക്രീം വെച്ച ബിസ്ക്കറ്റ്, അതാണ് സ്ഥിരം പലപ്പോഴും അവിടെ കിട്ടുമായിരുന്നു. വളരെ ലളിതമാണ്. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ. അതുപോലെ KG മാരാർ, ഓരോജോ ഇവരൊക്കെ തന്നെ വളരെ നല്ല പെരുമാറ്റവും നല്ല മനുഷ്യരും ഒക്കെ ആയിരുന്നു. അന്നൊന്നും ഈ പൈസ, അന്ന് അധികാരമില്ല, അതാണ് കാര്യം. അധികാരമില്ല, ഒന്നുമില്ല. അവർ സാധാരണക്കാരെ പോലെ ജീവിച്ചു. പക്ഷെ പിന്നീട് വന്നവർക്കാണ്
ഇതിന്റെ ഒരു ആസ്വദിക്കാൻ കഴിഞ്ഞത്, ഇതിന്റെ അധികാരത്തിന്റെ ഒരു സ്വാതന്ത്ര്യം. എന്തായാലും അമിത്ഷാ ഇടപെട്ടിട്ടുണ്ട്. അല്ല, അത് ഇടപെടണം. അമിത്ഷാ തന്നെ ഇടപെടണം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തെ അന്വേഷിക്കണം. മാത്രമല്ല കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ, അവരെ വെച്ച് അന്വേഷിക്കുക ഇവർക്ക് എന്താ സമ്പാദ്യം കൂടിയിട്ടുണ്ടെന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ പടം വെച്ച് വരെ തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് BJPയുടെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ ഇന്നിപ്പോ പൂക്കി മുഖ്യന്റെ വാർത്താ സമ്മേളനം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇല്ലേ? അതെ, പൂക്കി നിലപാട് വ്യക്തമായി കഴിഞ്ഞു. പൂക്കി രണ്ടാം പിണറായി ആണെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞായിരുന്നു. ഏതാണ്ട് അത് ശരിയായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ നമുക്ക് മനസ്സിലായത്. അദ്ദേഹം കാരണം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പതിവ് പോലെ തന്നെ അസാമാന്യ മെയ്വഴക്കത്തോടു കൂടി ഇത് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലീൻ ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, ആരും കൊണ്ട് ഇടപെടണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് പൂക്കി മുഖ്യന്റെ വക. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് എതിർ ശബ്ദം ഉയർന്നിരിക്കുകയാണ്. ഇന്നല്ല ഇത് തുടങ്ങിയിട്ട് 2-3 ദിവസമായി MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ രമേശ് ചെന്നിത്തല സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ പ്രസ്താവനയുമായി അന്ന് പോലീസിന്റെ തല്ലുകൊണ്ട് AD തോമസ് MLA പോലും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഈ അജിത് കുമാർ AD തോമസ് ഇന്നും ഏഷ്യാനെറ്റിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അയാൾ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അയാൾക്കെതിരെ നടപടി എടുത്തേ സാധിക്കൂ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ രമേശ് ചെന്നിത്തലയും സതീശനും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ചാടിക്കേറി നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ല, നിങ്ങൾ പറയുന്ന പോലെ നടപടി എടുക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വേറെ ആരും കൂടെ നിങ്ങൾ ചിലർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്നും കൂടെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ചിലർക്ക് ചിലത് നടക്കണമെന്നുണ്ട്. ആരാണ് ഞങ്ങളിൽ ചിലർ? നമ്മളിൽ ചിലർ ആരാണ്? അങ്ങനെ ഇവിടെ ആരുമില്ല. ഇതിനകത്ത് ആരാണ് ആക്ഷേപം ഉന്നയിച്ചത്? 1 അടികൊണ്ട AD തോമസ്, 2 KC വേണുഗോപാൽ, 3 ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള. അതിനുപരി ഈ കേരളം അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകര്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര്, KSUക്കാര്, ഇവിടുത്തെ അമ്മ പെങ്ങന്മാര്, മാതാപിതാക്കള്, ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ച് പ്രതികരിക്കുന്ന ഒരു വിഷയമാണ് ADGP MR അജിത് കുമാർ. അയാളെ വെള്ളപൂശാനും അയാൾക്ക് പ്രമോഷൻ നൽകി അയാളെ ഉന്നത പദവിയിൽ അവരോധിക്കാനും ഇവിടുത്തെ സർക്കാർ നടത്തുന്ന നീക്കം, ആ നീക്കം കാണാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാൻ, അല്ലെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ തക്കതായിട്ടുള്ള അത്ര ബോധമില്ലാത്ത മുഖ്യമന്ത്രി പറഞ്ഞത് പത്രക്കാരുടെ പുച്ഛത്തോടെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ തീരുമാനിച്ചോളാം, നിങ്ങളല്ല തീരുമാനിക്കണം, ഞങ്ങൾ തീരുമാനിച്ച് നിങ്ങളെ അറിയിക്കാം. ആ നേരത്ത് അതായത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഈ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം VD സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം അദ്ദേഹം അങ്ങ് ഭംഗിയായിട്ട് അങ്ങ് വിഴുങ്ങി. ഇദ്ദേഹത്തെ പല ആൾക്കാരും ഇദ്ദേഹം നുണ പറയുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരുന്നു. നുണേശൻ എന്ന് പറഞ്ഞൊരു പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാവരും ഇത് CPM-ന്റെ ഒരു പ്രചാരണമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ഈ നുണേശൻ പ്രചാരണം, ഈ നുണേശൻ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ടൊരു വാസ്തവം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അല്ല, അദ്ദേഹം അന്ന് പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേരെ തൊട്ട് ആരും വെറുതെ വിടില്ല എന്ന് തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളെ കൈവച്ചവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പം തന്നെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിവേഗം SITയുടെ അന്വേഷണം നടക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ആദ്യമേ തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടി, അതിനകത്ത് കളി നടന്നിട്ടുണ്ടെന്ന് ഇപ്പൊ നമ്മൾ സംശയിക്കും. ഇപ്പൊ എല്ലാം ഉറപ്പായി. കാരണം അത് അന്ന് കളി നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പ് ഇല്ല. ആ കളിക്കകത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത്, ആ വീഴ്ച മനഃപൂർവ്വമായിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച പറഞ്ഞതുപോലെ MR അജിത് കുമാറിന്റെ കൈവശം കുറെ എപ്സ്റ്റീൻ ഫയൽസ് കാണും എന്നുള്ള ഉറപ്പാണ്. ഒരുപക്ഷെ അയാൾ ഇതൊക്കെ കാണിച്ച് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇവരെ വിരട്ടുന്നുണ്ടായിരിക്കാം. ഈ നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, രാത്രി 10 മണി കഴിഞ്ഞാൽ ഇവർ ഫോൺ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇവരെ വേറെ വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് മാത്രം കാണിച്ചാൽ മതി, ഇത് കേൾപ്പിച്ചു കൊടുത്താൽ മതി. അവർ ഈ പോലീസ് ഉദ്യോഗസ്ഥനല്ല ആര് പറയുന്നത് അനുസരിക്കും. അതാണ് അവസ്ഥ. ഈ ജിൻഡോ ജോണിന്റെ ഒരു നെടുനീളൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ് MR അജിത് കുമാർ എന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇയാളെ എന്തിന് നമ്മൾ സംരക്ഷിക്കണമെന്ന് ചോദിക്കും. ഇയാളെ സംരക്ഷിക്കുള്ളൂ, ഇയാളെ എന്തിനു സംരക്ഷിക്കണം? കാരണം MR അജിത് കുമാറിന് വേണ്ടി തുടക്കം തൊട്ട ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിശാഖൻ എഴുതി വെച്ചോളൂ, അടുത്ത കേരളത്തിലെ DGP ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് MR അജിത് കുമാർ. ആ പദവി ഇരുന്നേ അയാൾ റിട്ടയർ ചെയ്യുള്ളൂ. അതെ, അതിനുള്ള സാധ്യതയാണ്. അന്നും പറയും അത് ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങളാണ് സർക്കാർ, ഞങ്ങളാണ്, നീയൊക്കെ വോട്ട് ചെയ്തവന്മാരാണ്, നീയൊക്കെ മാറിയില്ല, ഞങ്ങൾ തീരുമാനിക്കാം. അതുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട വനിത അവിടെ ഉണ്ട്, ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാന്നുള്ള ആളാണ് ഞങ്ങൾ. ഇന്ന് സതീശൻ പറയുന്ന കള്ളങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല വേറെ പരാമർശം അദ്ദേഹം നടത്തി മറ്റേ പീഡന നിയമനത്തിൽ. അല്ല, ഇതിനകത്ത് അദ്ദേഹം പറയുന്ന കള്ളങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്,
DGP റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല, സർക്കാരിന് DGP. എന്താണ് DGP യുടെ ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ ഒന്നും പറയുന്നില്ല. DGP റിപ്പോർട്ട് മടക്കിയോ, അതോ DGP റിപ്പോർട്ട് തള്ളിയോ, അതോ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് ഇത് നിങ്ങൾ കൊണ്ട് തിരുത്തി എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു, ഇതൊന്നും ഇവർ പറയുന്നില്ല. ഇവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ DGP റിപ്പോർട്ട് തന്നിട്ടില്ല, ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് തന്നിട്ടില്ല. നമ്മൾക്കറിയാവുന്ന കാര്യം, നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യം എന്താണ്, ഈ DGP ഈ റിപ്പോർട്ടിന് ക്ലാരിഫിക്കേഷൻ ചോദിച്ചു മടക്കി എന്നാണ്. അതെ, തരണ്ട, നിങ്ങളിപ്പോ ഇങ്ങോട്ട് തന്നാൽ അജിത് കുമാറിനെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും. അയാളെ ഇപ്പൊ ഈ അവസാനം പ്രൊമോഷൻ പരിഗണിക്കേണ്ടി വരും, DGP ഗ്രേഡ് കൊടുക്കേണ്ടി വരും. കൊടുക്കണം, ലോ ആൻഡ് ഓർഡർ ആക്കണമല്ലോ. എന്തായാലും ഈ അജിത് കുമാർ അവിടെ ചെന്നിത്തലയുടെ കാലിൽ വീണ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹമൊക്കെ ആയിട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പൊ സസ്പെൻഡ് ചെയ്യരുത്, എന്നെ സസ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇയാൾ ഓടുകയാണ്, ഇയാൾ തിരക്കിട്ട് ഓടുകയാണ്. കാരണം ഇയാൾ ദ്രോഹിച്ചവരുടെ എല്ലാം താഴെയിലേക്ക് ഇയാൾ പോകും. ഇയാളെ സസ്പെൻഡ് ചെയ്തില്ലേ അടുത്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടും. മനസ്സിലായില്ലേ? എന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഓടുകയാണ്. കാരണം DGP പദവി എന്ന് പറയുന്നത് ചില്ലറ പദവിയൊന്നുമല്ല. നല്ല ഒന്നാം തരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് സേനയിലെ പോസ്റ്റുകളിൽ ഒന്നാണ് DGP-മാർ. കുറെ പേര് വരും, അല്ലെങ്കിൽ പോലും ശമ്പളം, ആനുകൂല്യം, പെൻഷനും എല്ലാം അതിന് ആനുപാതികമായ വ്യത്യാസം ഉണ്ടാവും. അതെ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു അവസരം എനിക്ക് കളയരുതേ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിലപിച്ചുകൊണ്ട് ഓടുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോഴാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യവസായിയാണ് ആദ്യം ഇടപെടുന്നത്. നല്ല ഓഫർ കൊടുത്തിട്ടുണ്ടാവോ ഒരു പക്ഷേ, എന്തെങ്കിലും. അപ്പോൾ ഈ വ്യവസായിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. കാരണം അതല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോ ഹൈക്കമാൻഡോ ആരും പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പം KC വേണുഗോപാലിൻ്റെ വില എന്നേ പോയി. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോയി, അത് കിട്ടാതെ പോയതോടെ KC വേണുഗോപാലിൻ്റെ ഇവിടെയുള്ള വില പോയി. അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ KC വേണുഗോപാൽ പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ സർക്കാർ അനുസരിക്കുന്നില്ല, VD സതീശൻ അനുസരിക്കുന്നില്ല, രമേശ് ചെന്നിത്തല അനുസരിക്കുന്നില്ല. അതാണ് KC വേണുഗോപാൽ പറഞ്ഞ നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എവിടെ മിക്കവാറും ഇവരെല്ലാം കൂടെ ചേർന്ന് AD തോമസിനെയും ജുവലിനെയും വിളിച്ചിട്ട് പറയും, നിനക്ക് MLA സ്ഥാനം തന്നിട്ടുണ്ട്, തനിക്ക് മറ്റേ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം തന്നിട്ടുണ്ട്, കിട്ടിയതിനെ വെച്ചോണ്ടിരിക്കുന്നു, കിട്ടിയ തല്ലിന് കിട്ടിയ പ്രതിഫലമാണ്, കോൺഗ്രസ് ഇതൊക്കെ നടക്കും, ഇത് കോൺഗ്രസ് ആണ് പാർട്ടി ഇതുവരെ പറയും, ഇവിടെ അല്ലാതെ CPM ഒന്നും അല്ല, ഇത് കോൺഗ്രസ് ആണ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അതുകൊണ്ട് അങ്ങ് സഹിച്ചാൽ മതി എന്ന് പറയും. അത്രേ ഉള്ളൂ. സതീശൻ ആവർത്തിക്കുന്ന കള്ളങ്ങളിലൊന്നാണ് ഇത്. ഞങ്ങളുടെ കൈ കിട്ടിയില്ല, മുഖ്യമന്ത്രി വിളിച്ചു വരുത്തും ഫയൽ, പിന്നെ വരുത്താമല്ലോ, അല്ലെ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടാമല്ലോ, ഹോം മിനിസ്റ്റർ ഈ ഫയൽ നോക്ക്, ഇതിൽ തീരുമാനമെടുക്ക്, അതിലെന്താണ് കുഴപ്പമെന്നുള്ളത് ചോദിക്കുക. എന്നിട്ട് ഇവർക്കിത് മാധ്യമങ്ങളോട് പറയാമല്ലോ, ഇന്ന ഫയലിൽ ഇന്ന വീഴ്ചകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കേണ്ടത്, അത് എത്രയും പെട്ടെന്ന് പുനഃപരിശോധിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന ചങ്കൂറ്റത്തോടെ പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് ധൈര്യമില്ല? ഇവർക്ക് ആർക്കും ഇനി ഇവരെ കാണാൻ ഈ തല്ലുകൊണ്ടവനെ ഈ സാധാരണ ലോക്കൽ ആവശ്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നക്ഷത്ര ഹോട്ടലൊക്കെ മുന്നിൽ നിന്നാൽ കാണാം, വലിയ വലിയ കാറുകളിൽ കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് ഒരുപാട് പേര് ഖദർദാരികളാകുമ്പോഴോട് കൂടി പല ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് മുൻഗണന കൊടുക്കും, അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊന്ന് പരിഗണിക്കാൻ നോക്കും. അതല്ലാതെ ഈ തല്ല് കൊണ്ടവനൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കാനും മാത്രമേ തലയിലെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗ്യവശാൽ അത് AD തോമസ് MLA ജുവൽ സിൻഡിക്കേറ്റ് മെമ്പർ ആയി എന്നുള്ളത്, പൊസിഷൻ കിട്ടിയെന്നുള്ളത് അവരുടെ നല്ല ഭാഗ്യം എന്ന് വേണം പറയാം. അതുപോലെ ഇന്ന് സതീശൻ ഏറ്റവും അധികം അപമാനിച്ചത് KSUക്കാർ കുട്ടികളെ. അതെ, ഈ AD തോമസിന്റെ തല പൊട്ടി ചോര ഒലിക്കുന്ന സമയത്ത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, അയാൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്. അതുപോലെ അജയ് എന്ന് പറയുന്ന ആളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഈ രണ്ടുപേട്ടും ഇതുപോലെയുള്ള കുട്ടികൾ റോഡിലിറങ്ങി അടിവാങ്ങിക്കൂട്ടി പിണറായി വിജയന്റെ പോലീസിന്റെ കിരാത മർദ്ദനം ഏറ്റുവാങ്ങി കള്ളക്കേസ്, ജീവൻ പോയി ഒരാൾ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, പത്തനംതിട്ട MG കണ്ണൻ ഇതുപോലെ തലക്കടിയേറ്റാണ് അയാൾ മരിക്കുന്നത്. സത്യത്തിൽ ക്ഷതത്തിൽ നിന്നുണ്ടായ അസുഖത്താലാണ് അദ്ദേഹം മരിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ സമയത്തിന് അറിയിക്കാം, നിങ്ങൾ അങ്ങ് കേട്ടോണ്ടാ മതി. അപ്പോൾ ഇന്നിപ്പോ എന്താണ്, കഴിഞ്ഞ ദിവസം ഡോക്ടർ അലോഷ്യസ് സേവ്യർ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് നിയമിച്ചവരൊന്നും കോൺഗ്രസ്സുകാരല്ല, അപ്പോൾ കോൺഗ്രസിന്റെ ലോക്കൽ യൂണിറ്റ് കമ്മിറ്റി ആണോ ഇവിടെ പ്ലീഡർമാരെ നിയമിക്കുന്നതെന്നാണ് സതീശൻ ചോദിച്ചത്. സതീശന് നല്ല സുന്ദരൻ മറുപടി. രണ്ട് മുൻകാല KSU പ്രവർത്തകർ, ഒരു പിന്നെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന എനിക്ക് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് തോന്നുന്നു, അദ്ദേഹവും അതുപോലെ അപർണ പ്രസന്നൻ എന്ന് പറഞ്ഞിട്ട് മർദ്ദനമേറ്റ കുട്ടിയല്ലേ, മർദ്ദനമേറ്റ ആ കുട്ടിയും കൃത്യമായിട്ട് ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവർ നിയമിച്ച ഒരു വനിതാ പ്രോസിക്യൂട്ടറുടെ പേരാണെന്ന് തോന്നുന്നു, വനിതയാണെന്ന് തോന്നുന്നു, ഒരാളുടെ പേര് കണ്ടിട്ട് വനിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ SFIയുടെ അവിടുത്തെ വലിയ നേതാവായിരുന്നു. ഞങ്ങളടങ്ങുന്ന KSU സംഘത്തെ
തല്ലി തകർക്കാൻ മുന്നിട്ട് നിന്ന നേതാവാണ്. ഞങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയ നേതാവാണ്. ഞങ്ങൾക്ക് അവിടെ 3 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്ത SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന ആളാണ് നിങ്ങൾ ലീഡറാക്കിയിരിക്കുന്നത്. അതെ. അതിന് സതീശൻ പറഞ്ഞ നുണ എന്താണെന്ന് അറിയാം. സതീശൻ പറഞ്ഞത് ഈ ഇവർ ആരോപണം, ഒരാൾ ABVP-കാരനാണ്. സതീശൻ ഉന്നയിച്ച ഈ ആരോപണത്തെക്കുറിച്ച് ഇത് ഞങ്ങൾക്ക് ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റ് പാർട്ടിയുടെ അഭിഭാഷക സംഘടന തന്നതാണെന്നാണ് അദ്ദേഹം. പക്ഷേ ലോയേഴ്സ് കോൺഗ്രസ് കുറെ സംഘടന പറയുന്നുണ്ട് ഈ ലിസ്റ്റിലുള്ളത് മുഴുവൻ CPM-കാരും BJP-കാരും ആണെന്നാണ്. അതാണ് അവിടെയാണ് നമ്മൾ സതീശൻ, ഞാൻ നേരത്തെ പറഞ്ഞ സതീശൻ നുണ പറയുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് വേറൊരു ഇൻസിഡന്റ് കൂടിയുണ്ട്, അതിൻ്റെ പുറകെ പറയാം. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ നമുക്കെല്ലാം ഇപ്പം വ്യക്തമായി വരുന്നുണ്ട് ഇത് പിണറായി സർക്കാരിന്റെ തുടർച്ചയാണ് എന്ന് നമ്മൾ പറയേണ്ടി. അതെ, കാരണം ഈ സത്യാവസ്ഥ മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. KSU കുട്ടികൾ അടികൊണ്ടതിന്റെ ഫലമാണ് സതീശൻ ഇരിക്കുന്ന ആ 4 കാലയിലിരിക്കുന്ന ആ 4 കാലിയിൽ ഇരിക്കുന്നതെന്നാണ് ആ ഗോകുൽ ഗുരുവായൂർ എഴുതിയിരിക്കുന്നത്. ഇതേ, അതായത് ഇതുപോലെ ഈ അസാധ്യമായെന്ന് കരുതുന്ന അനന്ത ഗോപുരങ്ങളിൽ കയറിയിരുന്ന EMS മുതൽ പിണറായി വിജയൻ വരെയുള്ളവരെ ഈ നാട്ടിലെ ജനങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ട് എന്ന് ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന KSU-കാരൻ മറ്റാരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ മുഖ്യമന്ത്രി KSU ആയിരുന്ന കാലത്ത് നിങ്ങൾ തല്ലുകൊണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിന് അദ്ദേഹം KSU-വിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് വേറൊരാൾ പറയുന്നത്. KSU ഏതാണെന്ന് സതീശൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സതീശന് സംസാരിക്കാനുള്ള കഴിവുണ്ട്, എതിലെ വീണാലും 4 കാലേ പോയി നിൽക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ സതീശനടക്കം ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ അധികാരത്തിൽ കയറിയിരിക്കുന്നത് ഈ പാവപ്പെട്ട AD തോമസിൻ്റെയും അതുപോലെ അജയ് ജുവൽ കുര്യാക്കോസിൻ്റെയൊക്കെ ചോരയിൽ ചവിട്ടിയാണ്. MG കണ്ണൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണ് എന്നുള്ളത് ഇവർ ഓർക്കണം. ഈ പദവിയൊന്നും ശാശ്വതമല്ലെന്നുള്ളത് ഓർക്കണം. ഈ പാവപ്പെട്ട പ്രവർത്തകരോട് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് KSU-ന്റെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്രീറെ തീരുമാനിക്കുന്നത്? AG-യുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ എടുത്തിന്. ഇങ്ങനെ എടുത്ത ആളായിരുന്നു നിങ്ങൾക്ക് രാജിവെപ്പിക്കേണ്ടി വന്ന ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ പ്രീഡർ. എന്താണ്, അതെന്തിനാണ് രാജിവെപ്പിച്ചത്? സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗത്തിന്റെ ഹാജരായ വക്കീൽ. അപ്പൊ ഇതിന്റെ ഈ നിയമനത്തിന്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെയോ അഴിമതി നടന്നിട്ടുണ്ട്, അത് വ്യക്തമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതുകൊണ്ട് സാമ്പത്തിക നേട്ടം ആരുണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം, അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ബാധ്യതയാണ്. നിങ്ങളല്ലെങ്കിൽ ഇവരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ എടുത്തു വെക്കുകയും ഇങ്ങനെയുള്ളവരെ എടുത്തു വെച്ചിട്ട് ഇവരെ ന്യായീകരിച്ച് മടുക്കുകയല്ലേ. അതാണ് സംഭവിക്കുന്നത്. ഇതൊന്നും സുതാര്യമല്ല. ഈ പറയുന്ന സതീശൻ പറയുന്ന കാര്യങ്ങളൊന്നും സുതാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ സതീശൻ പറഞ്ഞ വേറൊന്ന്, സുകുമാരൻ നായർ ഏതായാലും മറുപടി എത്തിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നയിച്ച കാര്യം എന്താണെന്ന് അറിയാം. അതിൻ്റെ ചോദ്യത്തിലേക്ക് നയിച്ച കാര്യം, ഈ ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പൊ പുള്ളി പറയുന്നത് എന്താണ്, ഹിന്ദു ഐക്യവേദി നേതാക്കൾ എന്നെ കാണാൻ വന്നു, ഞാൻ അവരെ കസേര കൊടുത്ത് സ്വീകരിച്ചു, അവരെ ഇരുത്തി, അവർക്ക് പറയാനുള്ളത് കേട്ടു. മുഖ്യമന്ത്രിയാണ്, എനിക്ക് എല്ലാവരും പറയാനുള്ളത് കേട്ടു. ഞാൻ സമസ്ത പറയുന്നത് കേൾക്കാറുണ്ടോ, മറ്റേ അങ്ങനെ കുറെ മതസംഘടനയുടെ പേര്. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വന്ന് കണ്ടു, ഞാൻ അദ്ദേഹത്തെ തടഞ്ഞില്ല, എനിക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ നിരോധിത സംഘടനകളല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിൽ പോയി തലയെ മുണ്ടിട്ട് RSS നേതാക്കളുമായി ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരെയാണ് കണ്ടത്. എന്നിട്ട് അവിടെ ചെന്ന മാധ്യമങ്ങളോട് കടക്ക് പുറത്തു RSS നേതാക്കളുമായിട്ട് പിണറായി വിജയൻ തലയെ മുണ്ടിട്ട് ചർച്ച നടത്തി. അപ്പോൾ അന്നേരമാണ് ഈ ഇദ്ദേഹത്തിന്റെ സുകുമാരൻ നായർക്ക് സന്ദർശനാനുമതി നിഷേധിച്ചു. അപ്പൊ സന്ദർശനാനുമതി നിഷേധിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. സുകുമാരൻ നായർ രംഗത്ത് വന്നു. സുകുമാരൻ നായർ പറയുന്നത് എന്താണ്, ഞാൻ സതീശനെ അല്ല വിളിച്ചത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അയാൾ ഫോൺ എടുത്തിട്ടില്ല, അയാൾ തിരിച്ചു വിളിച്ചിട്ടില്ല, അയാളുടെ PA ആണ് എന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ബജറ്റ് സമ്മേളനമാണ്, ഇത് കാണാം എന്നൊക്കെ പറഞ്ഞ് വെച്ചു. എനിക്ക് അന്നേരം ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനാണ് ഞാൻ അയാളെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ തയ്യാറല്ല. ഇനി എനിക്കൊരു ആവശ്യമില്ല, ഇനി എൻ്റെ ഫോട്ടോ കണ്ടാൽ മതി. മാത്രം അത് വേറെ ആരും കൂടെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രി മുന്നേ വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കുമായിരുന്നു, അതല്ലെങ്കിൽ തിരിച്ചു വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കുമായിരുന്നു, ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സതീശൻ എന്തും വേണ്ടി നുണയാണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹം ഇപ്പം സുകുമാരൻ നായർക്ക് അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു, ശരി, സുകുമാരൻ നായർ വിളിക്കുന്നു, സതീശൻ ഫോൺ എടുക്കുന്നില്ല. സതീശൻ ഇത് വാർത്തയായതിലാണ് ജാള്യം. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെന്താണ് വാർത്തയാക്കാനുള്ളത്? ഇതാണോ വാർത്ത? ഞാൻ സന്ദർശനാനുമതി നിഷേധിച്ചു, ഞാൻ നിഷേധിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ നേരിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഒരു ഉളുപ്പില്ലാതെ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഉളുപ്പ്. നമ്മളിപ്പോൾ ഈ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നേ നമ്മൾ ആരെങ്കിലും വെച്ചേക്കുമായിരുന്നു പിന്നെ അദ്ദേഹത്തെ? ഇല്ല. കാരണം നമ്മളെല്ലാം കൂടെ അദ്ദേഹത്തെ പഞ്ഞിക്കിട്ട് ശരിയാക്കി. ഇപ്പൊ VD സതീശൻ പറയുമ്പോൾ ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇത്.
ഈ കേരളത്തിൽ ഈ നടക്കുമ്പോൾ ഒന്നാലോചിച്ചോളുക, ഇദ്ദേഹമൊക്കെ ഈ ഭരിക്കുന്നത് നല്ല പ്രബുദ്ധരായ ജനങ്ങൾക്ക് മുന്നിലാണ്. അത് പിണറായി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായി അവർ സ്വയം നാട്ടുകാർ തെളിയിച്ചു കൊടുത്തതാണ്. അത് ഇവരെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു അനുകൂല കമന്റ് ഇടാൻ പോലും പിണറായി വിജയൻ ആളെ കിട്ടുന്നില്ല തോന്നുന്നു. പിണറായി വിജയന് വേണ്ടി കമന്റ് ഇട്ട് മരിച്ചവന്മാരൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ അയാളെ തെറി വിളിച്ച് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ സ്വന്തം പാർട്ടിക്കാരടക്കം അങ്ങനെയാണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ എം ആർ അജിത്കുമാറിനെ പോലുള്ള രക്ഷിക്കുക, ഈ മറ്റു പാർട്ടിക്കാരെ പിടിച്ച് പീഡനന്മാരാക്കുക. അതെ, വി ഡി സതീശന്റെ പിന്നെ പത്രസമ്മേളനം പതിവ് പോലെ മനോഹരമായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. പക്ഷേ ചില കാര്യങ്ങളിൽ മാത്രം അദ്ദേഹത്തിന് ഒരു ഉരുണ്ടുകളി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് അറിയാമോ? KPCCക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ല. KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ വിധേയനാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാണ്. മുഖ്യമന്ത്രി ആയിരിക്കും, മന്ത്രി ആയിരിക്കുന്ന ആളാണ്. അതാണ് തിരിച്ചു വയ്ക്കാൻ പറ്റുമോ അങ്ങോട്ട്? ഇല്ല. KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ ശാസിച്ചു എന്ന് പറയുമ്പോൾ എന്താ, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി മന്ത്രി ഇദ്ദേഹത്തെ അങ്ങേരെ ഈ വഴി കൂടെ കാണാനില്ല. കാരണം കറണ്ട് കട്ട് കാരണം ജനത്തിനോട് ഇരിക്കാൻ പറ്റില്ല. ഇതുപോലെ VM സുധീരൻ എങ്ങാനും KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് സംഗതി വശക്കേടായാണ്. ഇതിന് മുമ്പേ മിക്കവാറും MRSന്റെ നടപടിയെടുത്തേനെ. ആ കാര്യം VM സുധീരൻ അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ VD സതീശൻ സർക്കാരിന്റെ മധുവിധു തീരുകയാണ്. ഏതാണ്ട് ഒരു 2 മാസം മധുവിധു തീരുകയാണ്. ഇനിയിപ്പോ പണി തുടങ്ങുകയാണ്. സ്വന്തം പാളയത്തിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നും മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നും VD സതീശൻ സർക്കാരിന് ഒരു പണി വരികയാണ്. VD സതീശൻ എപ്പോഴും ഈ 4 കാലിൽ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എന്താ, എങ്ങനെ വലിച്ചെറിഞ്ഞാലും നേരെ വന്ന് 4 കാലിൽ നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എപ്പോഴും ഒന്നും നടക്കണമെന്നില്ല. ഏതൊരു മധുവിധ കാലം കഴിഞ്ഞ് നേരെ ഡൈവേഴ്സിന് വേണ്ടി കുടുംബ കോടതി പോകാതെ ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ച് മങ്ങയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സർക്കാർ. എന്താണെങ്കിലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ നമുക്ക് ഈ KSUക്കാർ കുട്ടികളെ തള്ളി പറയുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമമുണ്ടായി. കാരണം അവരുടെ ചോരയാണ് അതിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇദ്ദേഹമൊക്കെ അധികാരത്തിൽ വന്നത്. എന്താണെങ്കിലും ആ രീതി, താൻ പറയുന്ന കളവ് മറക്കാനുള്ള ഒരു രീതി, അത് പക്ഷേ ഒരിക്കലും ജനം അംഗീകരിക്കണമില്ല. അത് മനസ്സിലാക്കിയാൽ അതോടുകൂടി സതീശന്റെ പൂക്കിത്തരം എല്ലാം തീരും. ജനം എടുത്ത് കുപ്പയിൽ കളയും. ആ ഗോകുൽ ഗുരുവായൂർ പറഞ്ഞ പോലെ നിങ്ങളെ എടുത്ത് എവിടെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.